ഇന്ന് എന്നോടൊപ്പം കൊച്ചിൻ ഹരിശ്രീ എന്ന മിമിക്രി ട്രൂപ്പിലൂടെ മലയാള സിനിമയിലെത്തിയ പ്രിയ താരം ഹരിശ്രീ മാർട്ടിൻ. മാർട്ടിൻ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. മാർട്ടിൻ ചേട്ടാ ഞങ്ങൾ വിളിക്കുന്നത് മൂത്താപ്പ എന്നാട്ടോ. ഞങ്ങളുടെ മിമിക്രിയിൽ ഞങ്ങളുടെ ഒരു എന്താ പറയുക, മൂത്താപ്പയാണ് ഇരിക്കുന്നത്. മൂത്ത ഒരു അപ്പ. അതെ, ഞങ്ങളുടെ സിനിമാലെ പ്രോഗ്രാമിലെ സൂപ്പർ സ്റ്റാറാണ് മാർട്ടിൻ ചേട്ടൻ. മാർട്ടിൻ ചേട്ടൻ അതുപോലെ തന്നെ സാജു കൊടിയൻ, ഞങ്ങളെല്ലാവരും ഏകദേശം ഒരു 30 വർഷത്തിൻ്റെ അടുത്ത്. പിന്നെ 30 വർഷം നമ്മളത് ആഘോഷിക്കുകയും ചെയ്തു തോന്നുന്നു. 30 വർഷം സിനിമയിൽ നമ്മൾ ആഘോഷിച്ചു. അതെ അതെ. മാർട്ടിൻ ചേട്ടാ, നമ്മളടക്കമുള്ള മിമിക്രി കലാകാരന്മാർ ടി വിയിലൂടെ ആണെങ്കിലും വേദികളിലൂടെയാണ് ഒരുപാട് ചിരിപ്പിക്കുന്നവരാണ്. മാർട്ടിൻ ചേട്ടൻ്റെ ഉള്ളിൽ മനസ്സിന് വിഷമം തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ഉണ്ടോ? തീർച്ചയായിട്ടും അത് ഒരിക്കലും അത് എൻ്റെ മരണം വരെ അത് നിൽക്കും. അങ്ങനത്തെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ മിമിക്രി ആർട്ടിസ്റ്റുകൾ മിക്കവരും ഇപ്പോൾ ഈ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. ഈ കുട്ടികൾക്ക് നമ്മൾ ഇപ്പം മോണോ ആക്ട് ആണെങ്കിലും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ അടുത്ത് പിള്ളേരൊക്കെ വരുമല്ലേ. ഒരു ചെറിയ മത്സരമുണ്ട് മനോജ് ചേട്ടാ, ഒരു ചെറിയൊരു 5 മിനിറ്റ് സ്കിറ്റോ ഒരുപാടുണ്ട്. ഒത്തിരി പേര് അല്ലേ. ഇപ്പം നമ്മുടെ കൂടെ ഉള്ള മിമിക്രി ആർട്ടിസ്റ്റുകൾ ഒത്തിരി മാഷുമാരും ഉണ്ട് ഇതിന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ ആയിട്ട് ഇങ്ങനെ അല്ലേ ഒത്തിരി ഉണ്ട്. അപ്പം ഞാനത് എനിക്കൊരു കോള് വരുന്നു. മീൻസ് അതായത് നമ്മൾ PP കോളാണ് കേട്ടോ. നമുക്കന്ന് മൊബൈലില്ല. അത് ആ ടൈമിലാണ്, വർഷങ്ങളായി. അപ്പോൾ ഒരു സിസ്റ്ററെ വിളിച്ചായിരുന്നു. സിസ്റ്റർ കന്യാസ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ മാർട്ടിനല്ലേ എന്ന് വെച്ച് പറഞ്ഞു. അതെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ സ്കൂൾ വരെ ഒന്ന് വരാം, ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ സ്കൂൾ. അപ്പോൾ ഞാൻ ഈ കാലടി സൈഡിലൊരു സ്കൂളുണ്ട്, അത് പറഞ്ഞു തന്നു. അപ്പോൾ ആ സ്കൂളിൻ്റെ പ്രത്യേകത വേറെ ഇപ്പം അപ്പോൾ ഒരു സ്കിറ്റ് പഠിപ്പിക്കാനാണ് സിസ്റ്ററും ഉദ്ദേശിച്ചത്. അതെ, ഒരു മത്സരത്തിൽ ഒരു സ്കിറ്റ് പഠിപ്പിക്കാൻ. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഈ പിള്ളേരൊക്കെ പഠിപ്പിച്ചൊക്കെ. പക്ഷേ ആ സ്കൂളിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ബധിരമൂക വിദ്യാലയമാണത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാനിതെങ്ങനെ ഇവർ പഠിപ്പിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനായി. കാരണം എൻ്റെ ഈ കൈ ഇതിലൂടെയൊക്കെയുള്ള അതിൻ്റെ പ്രത്യേകതരം ഭാഷയല്ലേ ഇത് പഠിച്ചവർക്ക് കേൾക്കാനും പറ്റില്ല, സംസാരിക്കുകയില്ല. പക്ഷെ നമ്മളുടെ മുഖത്തു നിന്നുള്ള മാനറിസങ്ങളും കൈ ആക്ടിങ്ങും ഇതാണ് സബ്ജക്റ്റ് എന്നുള്ളതെല്ലാം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ. അപ്പോൾ പറഞ്ഞ് മാറ്റി വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ചിരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സിസ്റ്റർ പറഞ്ഞു അവർ പഠിപ്പിക്കാനാണല്ലോ. ഓക്കെ. അപ്പോൾ ഒന്നും കൂടി സന്തോഷമായി. ചെന്ന് കണ്ടപ്പോൾ നല്ല മിടുക്കം പിള്ളേർ ഒക്കെ ആയിട്ട് നല്ല ഒക്കെ ഏജസ് ഒരു 8ാം ക്ലാസ് വരെ ഉള്ള പിള്ളേർ, ഇങ്ങനെ ചെറുത് വരെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു സബ്ജക്റ്റ് ഞാൻ നോക്കിയപ്പോൾ ഇത്തിരി തിരക്കില്ലാത്ത സബ്ജക്റ്റ് തന്നെ ആയിക്കോട്ടെ. ഈ എന്ന് വെച്ചിട്ട് മദ്യപാനം മയക്കുമരുന്നിനെതിരെ ഉള്ളൊരു പോരാട്ടം. മീൻസ് അതൊരു ഫാമിലി സബ്ജക്റ്റ്. അപ്പൻ അമ്മ കുടിച്ചു വരുന്ന മറ്റേ കാർന്നോര്, ഈ കാർന്നോരെ കൊണ്ട് പൊറുതിമുട്ടുന്ന അമ്മ, 2 കുഞ്ഞുങ്ങൾ. അന്നത്തെ നമ്മുടെ ഭയങ്കര സംഭവം ആയിരുന്നു താനും. അപ്പം അങ്ങനെ പഠിപ്പിച്ചിട്ട് എൻ്റെ ഈ ക്രിയേഷൻസും കണ്ട് അപ്പോൾ അവർക്കും ഇഷ്ടമായി. ഞാനെല്ലാം വിളിക്കും. ഞാനതൊരു പയ്യനുണ്ടായിരുന്നു, എല്ലാ അസാധ്യ മിടുക്കൻ എന്ന പയ്യനവൻ. ഡാനി എന്നാണ് അവൻ്റെ പേര്. ഡാനി. ആ സിസ്റ്റോന് ഇവനാണ് ഞങ്ങളുടെ കലോത്സവത്തിന് ഇതിന് പോകുമ്പോഴൊക്കെ ഇവൻ ഭയങ്കര ഡാൻസറാണ്, നല്ല പെർഫോമറുമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പരിചയപ്പെട്ടു. ഷോ ചെന്ന് പിള്ളേർ പരിപാടിയൊക്കെ അപ്പം എന്താ ഞാൻ പറയും സിസ്റ്റർ ഇതെന്താണ് ഇങ്ങനെ നമ്മൾ എന്നെ വിളിക്കാൻ എന്താ കാരണം എന്ന് പറഞ്ഞ് അപ്പോഴാണ് സിസ്റ്ററാണ് ഈ കാസറ്റ് ഉണ്ട് നമ്മുടെ ഓഡിയോ കാസറ്റ്. നേരത്തെ ചെയ്യുന്ന ഓഡിയോ കാസറ്റുകളിലൊക്കെ ഈ മാട്ടിൻ്റെ ഒക്കെ പടമുണ്ട്. അപ്പോൾ ഇങ്ങനെ ശബ്ദം ഇത് ഇവരുടെ വീടുകളിൽ ഈ പയ്യൻ്റെ വീട്ടിലിട്ട് കേട്ടിട്ട് കാരണവന്മാർ ഈ പറഞ്ഞു കൊടുക്കുന്നു. ഈ ഇതിൻ്റെ ഈ ഇവർക്ക് ത്രെഡ് എന്തെങ്കിലും കിട്ടൂല. ഇപ്പോൾ ഓണത്തിൻ്റെ വന്ന സാധനങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ഇതായിരുന്നെന്നും പറഞ്ഞ് ഇവൻ്റെ അടുത്ത് പറയും. ഇതിങ്ങനെ ആരാന്നൊക്കെ ചോദിക്കുന്നു ഇവൻ. ഇതാരാണ് ഫോട്ടോസ്. അപ്പം ഈ താടി വെച്ച ആൾ എന്ന് വെച്ചിട്ട് എന്നെ എങ്ങനെയാണ് ഈ മാട്ടിലേക്ക് എത്തിപ്പെടണേന്ന് പറഞ്ഞു. അപ്പോൾ കാരണവന്മാർ ഇവൻ്റെ കാരണവന്മാർ പറയുന്നു താടി വെച്ച ഉള്ള പാട്ട് പാടും, പിന്നെ കോമഡി ചിരിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര ഇതൊക്കെ പറയും. ഈ പയ്യൻ്റെ മനസ്സിൽ അന്ന് ഞാനെന്ന് പറഞ്ഞൊരു രൂപം കാണണമെന്നുണ്ട്. അങ്ങനെയാണ് സിസ്റ്റർ വഴിയായിട്ടാണ് എനിക്ക് കോൾ വരുന്നത്. അതാണ് ആ റൂട്ട് വന്ന് ചെന്ന് അപ്പം ഞാനിതൊക്കെ അവതരിപ്പിച്ചു. പിന്നെ ബാക്കിയൊക്കെ സിസ്റ്റേഴ്സും ഞങ്ങളെ കൂടി പഠിപ്പിച്ച് മത്സരത്തിൻ്റെ ഞാനും ചെല്ലണ്ട അന്ന് ഫ്രീ ആയിരുന്നു. അപ്പം ഞാനും പോയി ഒരു കോതമംഗലത്തിൻ്റെ ഉള്ളിലേക്ക് ഏരിയ അവിടെ ഒരു സ്കൂളിലായിരുന്നു മത്സരം. ഫസ്റ്റ് പ്രൈസ് ഈ സ്കൂളിലായിരുന്നു. ശരിക്കും ഇവന്റെ പെർഫോമൻസ് നമ്മ പഠിപ്പിച്ച ആ കുട്ടിക്ക് ആ സ്കൂളിൽ പ്രൈസ് ആ കുട്ടിക്കും ഇവരുടെ സ്കൂളിന് അത് സ്കൂൾ തലമായിരുന്നു. വേറെ പല സ്കൂളുകളുണ്ടായിരുന്നു. ഈ സ്കൂളിന് ഫസ്റ്റ് കിട്ടി അത് ഇവരുടെ പെർഫോമൻസോട് കൂടിയിട്ട്.
ഭയങ്കര സന്തോഷമായി. സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ഇതില്ലല്ല. കാരണം നമ്മൾക്ക് മറ്റേ ഈ ഇവരെ പഠിപ്പിച്ചെടുക്കാമെന്ന് മാത്രമല്ല, അത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ പെട്ടെന്ന് ഒരു ക്രൗഡ് സ്റ്റേജിൻ്റെ ബാക്കിൽ എന്താ വണ്ടി റിവേഴ്സ് വന്ന് നിൽക്കുന്നു. അന്നത്തേക്ക് ഒരു പയ്യനെ കയറ്റുന്നു. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും മറ്റേ ഈ കൊച്ചിന് എന്തൊരു പെയിൻ വന്നു, ഈ നമ്മൾ പഠിപ്പിച്ച ഡാനി എന്ന് പറഞ്ഞ പയ്യനെ. അപ്പോൾ എന്താന്ന് സിസ്റ്റർമാരെ കണ്ട് ഓടുന്നുണ്ട്. ഞാനും ചെന്നപ്പോഴേക്കും പറഞ്ഞിങ്ങനെ എൻ്റെ ഹോസ്പിറ്റലിൽ കൂടി പുള്ളിക്ക് എന്തോ ഒരു പെട്ടെന്ന് നെഞ്ചുവനോ പോലെ അങ്ങനെ ഫീൽ ചെയ്തിട്ട് വീണവിടെ. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ വല്ല മുളയിലൊക്കെ തട്ടി വീണാന്ന് വെച്ചിട്ട് സംഘാടന പക്ഷേ കയറ്റി അങ്ങനെ വണ്ടി പോയി. പിന്നെ അറിയണത് അവൻ അവിടെ മരിച്ചു എന്നുള്ളതാണ് അവർ ചെന്നപ്പോഴേക്കും. ഈ പയ്യൻ അത് ഇത്രയും പഠിപ്പിച്ചതും അത്രയും ജിംഗ്ലിങ്ങും സ്നേഹവും കാര്യങ്ങളും ഒരു നിമിഷം കൊണ്ട് നമ്മളിൽ നിന്ന് മറഞ്ഞു പോകുന്ന ഒരു സീൻ എനിക്ക് ഞാനല്ലാതായി അവിടെ നിന്നിട്ട് ആരോട് എന്ത് പറയും എന്നുള്ളത് അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് റിപ്പോർട്ട് വന്നത്. അത് വല്ലാത്തൊരു ഫീലിംഗ് ആയി. കാരണം നമുക്കറിയാവുന്ന ഭാഷയും കൂടി അല്ല അവരുടെ ഭാഷകൾ. അത് പഠിപ്പിക്കുക എന്നുള്ളതിൻ്റെ മാത്രമല്ല, ഇങ്ങനൊരു പയ്യൻ നമ്മൾ ഇഷ്ടപ്പെടുക എന്നും അവന് അത് ഇന്നും ഞാൻ പിന്നെ ആ സിസ്റ്ററൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോഴും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ടും വിശേഷങ്ങളൊക്കെ ചോദിക്കണം. പക്ഷെ എവിടെ ഉണ്ടെന്നുള്ളവർക്കും അറിയില്ലെല്ലാം ഇത്ര വർഷങ്ങളായില്ലേ. വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു മാഷ് എന്നുള്ളതല്ലായിരുന്നു. അത്രയും ഭയങ്കര ഒരു ഫ്രീഡം ആയിരുന്നു, രസമായിരുന്നു. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരുപാട് കഴിവുകൾ ദൈവം കൊടുക്കും ഇഷ്ടംപോലെ. അങ്ങനെ അത് മനോജ് ചോദിച്ചപ്പോഴേക്കാണ് എനിക്ക് പെട്ടെന്ന് നമ്മളിലൊക്കെ പലർക്കും ഇതുപോലത്തെ അനുഭവങ്ങളുണ്ട് പല രീതിയിലും. ഇത് ഞാൻ പെട്ടെന്ന് ഈ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ ഓടി എത്തുന്നത് ഹരിശ്രീയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന സമയം അന്ന് അവിടെ ഇൻചാർജ് മണി എന്ന് പറയും. മനോജിനറിയാം, മണിച്ചനറിയാം. എടോ അങ്ങനെയാണ് താനിത് എവിടെയായിരുന്നോ എന്ന് പറഞ്ഞിട്ട് അത്രയും ശബ്ദമാണ്. പക്ഷെ പാവത്താ മനുഷ്യനാണ്. പത്തനംതിട്ടയിലെ ഒരു പുഷ്പമേള ഒരു പ്രോഗ്രാം കിട്ടിയായിരുന്നു. അപ്പൊ ഞാൻ, മച്ചാൻ വർഗീസ്, അൻസാർ, രാധാകൃഷ്ണൻ, അങ്ങനെ ആ ഒരു ടീം അന്നത്തെ ടീം രഘു കളമശ്ശേരിയൊക്കെ ആയിട്ട്. അപ്പോൾ അന്ന് പുഷ്പമേളയ്ക്ക് ഞങ്ങളിങ്ങനെ വണ്ടി യാത്ര ചെയ്യുന്നു, അവിടെ ചെല്ലുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഹൈലൈറ്റ് പ്രോഗ്രാം സ്കിറ്റ് ഉണ്ട്. അത് മനോജിന് അറിയാം. വീരപ്പനെ പിടിക്കാൻ വേണ്ടി നടക്കുന്ന ടൈം. അന്ന് വീരപ്പൻ്റെ ആ സ്കിറ്റ് ഭയങ്കര കത്തി നിൽക്കുന്ന സമയവും. ഹരിശ്രീയുടെ ഫസ്റ്റ് ടൈറ്റിൽ അതാണത്, സ്കിറ്റാണത്. കാട്ടി ചെല്ലുക. ഞാനും മച്ചാൻ വർഗീസാണ് കോൺസ്റ്റബിളായിട്ട്. അങ്ങനെ വീരപ്പനെ പിടിക്കാൻ ചെല്ലുന്നു. അതുപോലെ കുറേ കഥകളൊക്കെ പറഞ്ഞ് അവിടെ തമാശ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ബ്ലാസ്റ്റിംഗ് ഉണ്ട്. ബോംബ് ബ്ലാസ്റ്റിങ്ങിൽ ഈ 2 പോലീസുകാർ സ്കെൽട്ടന്മാരായി മാറുന്നു. അപ്പോൾ അതിനകത്തൊരു ബ്ലാസ്റ്റിംഗ് ഉണ്ട്, ഭയങ്കര ശബ്ദം. അത് നമ്മൾ ട്രൂപ്പിൽ സെറ്റ് ചെയ്തേക്കാണ്. അത് നമ്മുടെ ശശി എന്ന് പറയും. ചിറിയാണ് പുള്ളി, ചിറി എന്ന് പറയുള്ളൂ. നമ്മളൊക്കെ ചിരി എന്നല്ല പറയണേ. തൃശ്ശൂർ സൈഡിലൊക്കെ ചിറിയ ഭയങ്കര ചിറി. എനിക്ക് ആദ്യം ഈ ചിറി എന്താണെന്ന് അറിയില്ല. അത് തന്നെ ചിരിയാണ്. അപ്പൊ നമ്മള് ചിറി എന്ന് പറയുമ്പോൾ ഇതാണല്ലോ. അപ്പൊ ഈ ചിറി കൊണ്ട് ചിരിക്കുന്നതായിരിക്കും ചിറി എന്ന് പറയുന്നത്. ചിറി ശശിയാണ് മറ്റേ ബ്ലാസ്റ്റിങ്ങിന്റെ ആള്, പടക്കം ഉണ്ടാക്കുന്ന ആള്. ഭയങ്കര ശബ്ദം കൂടിയാണ്, ഭയങ്കര ഞെട്ടിപ്പോവും. അപ്പൊ ഇത് എല്ലായിടത്തും ഹൈലൈറ്റ് ആണല്ലോ. അപ്പൊ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കളക്ടറൊക്കെ പങ്കെടുക്കുന്ന ഒരു വേദിയാണത്. അപ്പൊ മണിച്ചേട്ടൻ ചെന്നിട്ട് പറഞ്ഞു, കളക്ടർ സാർ എങ്ങനെയുണ്ടായത് പരിപാടി? ലേഡിയാണ് കളക്ടർ. എങ്ങനെയുണ്ട്? ഭയങ്കരമല്ലേ സാറേ, ഭയങ്കര പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പരിപാടി പിന്നെ സാറിന് കാണാൻ കിട്ടില്ല. ആണോ? പിന്നെ വേറെ സാറേ നോക്കിയും കണ്ടിരുന്നോളാം. അയ്യോ അതെന്ത് പറ്റി? ഇതിനകത്തൊരു ബോംബ് കിട്ടുന്നുണ്ട്, ഭയങ്കര ശബ്ദമാ, ചെവിക്കല്ലടിച്ചു പോകും. കഥ മൊത്തം ഇത്. അപ്പം ഞാൻ നോക്കുമ്പോൾ മണിച്ചേനും കളക്ടറും കൂടി ലോങ്ങിൽ നിന്ന് എന്തോ ഇങ്ങനെ കാണിക്കട്ടെ. അപ്പം കളക്ടർ അപ്പം മണിച്ചേട്ടൻ പൊട്ടിത്തെറിക്കും. ഞാൻ പറഞ്ഞു, മോനെ കഥ മൊത്തം കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അത് മൊത്തം വീരപ്പന്റെ മാറ്റി വെക്കാം സ്കിറ്റ്. കാരണം അവിടെ മൊത്തം പറയണ്ടെന്ന് പറഞ്ഞ്. കാരണം പുള്ളി അവിടെ ചെന്നാൽ ഇത് ആരോടെങ്കിലും പറയണം. കാരണം അത്രയും. കളക്ടർ വന്ന് ഈ കഥ കേട്ടേക്കല്ലേ, പടക്കം പൊട്ടും, നെട്ടിപ്പും, ലൈറ്റ് ഓഫ് ചെയ്ത് കൊച്ചിന് കരിച്ച സൈറൻ തുടങ്ങി. ഇവര് നോക്കി തുടങ്ങി ഇങ്ങനെ. അതായത് ഈ അൻസാറിന്റെ സൈറൻ ഇങ്ങനെ വന്നു. ഹരിശ്രീയുടെ പ്രോഗ്രാം ആരംഭിക്കുക തുടങ്ങി. കട്ടം പൊങ്ങി. മണിച്ചേട്ടൻ, കളക്ടർ, മെയിൻ DYSP, പോലീസ് ഓഫീസേഴ്സ്, മേധാവികൾ എല്ലാം ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾക്ക് മണിച്ചേട്ടനും പോയിരിക്കുന്നു. ഒരു കാര്യം ഉണ്ടായില്ല. കഥ പറഞ്ഞു കൊടുത്ത ആള് അവിടെ ഇരിപ്പുണ്ട്. വന്നിരുന്നു. ഇതാ ഘോരവരത്തിലേക്ക് നോക്കിയാണ്. കളക്ടർ ആയോന്ന് മണിച്ചേട്ടൻ പറഞ്ഞുതരാന്ന്. അപ്പം ഞങ്ങളിങ്ങനെ കയറി
സാധനം നോക്കി തങ്ങൾക്ക് ഞങ്ങൾ കാടനങ്ങുന്നല്ല തൻ്റെ കണ്ണടനങ്ങുന്നാണ് എന്നൊക്കെ പറഞ്ഞുള്ള കൗണ്ടറൊക്കെ അടിച്ച് കയറി വീരപ്പം വരുന്നു. പൊട്ടു. കളക്ടർ പേടിച്ച് നിൽക്കട്ടെ, ഇപ്പൊ പൊട്ടും. ഒരു ലേഡി, നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ലേഡിയാണ്. ഇപ്പൊ പൊട്ടു ആയിട്ടില്ല പറയാ പൊട്ടു ഇല്ല ഇതാണ് സാധനം ഫ്രണ്ടിൽ നിന്ന് കളിക്കുന്നത്. ഞങ്ങളുടെ സ്കിറ്റിന്റെ വെല്ലാണ് സ്കിറ്റ് ഫ്രണ്ടിൽ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നത്. മണിച്ചേട്ടനും കളക്ടറും ഞാനും മച്ചാനും അതിൻ്റെ അകത്ത് സ്റ്റേജിൽ നേരെ പൊന്നു മനോജ് പെരി തേങ്ങയാണ്. ഈ തേങ്ങ ഞങ്ങള് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ പൊട്ടണത്. ഈ തേങ്ങ എടുത്ത് ഒന്നും സംഭവിച്ചില്ല, പൊട്ടണില്ല. മറ്റേ ഇതെന്ത് പടയത് ഇങ്ങനെ നോക്കി ഞാനും മറ്റാനും തേങ്ങ വെച്ചോണ്ട് നോക്കിയാൽ മലക്ക് പോണ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. പൊട്ടണ സാധനമാണ്, പക്ഷെ പൊട്ടിയിട്ടില്ല. ലൈറ്റ് ഓഫിലാണ്. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സ്കൾട്ടന്മാരാ. ഒന്നും സംഭവിച്ചില്ല. ലൈറ്റ് കറക്റ്റ് ടൈമിന് ഓഫ്. മറ്റേ വീരപ്പൻ ഒരു വഴിക്ക് ഓടിക്കളഞ്ഞു. രണ്ട് പിടിക്കാൻ വന്ന കോൺസ്റ്റബിൾ വേറെ വഴിക്ക് ഓടി. തേങ്ങ ഉരുണ്ട് സ്റ്റേജിൽ നിന്ന് പുറത്തേക്കും ചാടി. ഓക്കെ സാരൻ. അടുത്തതായി ഗാനം നമുക്ക് ആസ്വദിക്കാം. കളക്ടർ പൊട്ടിയില്ല. മണിച്ചേട്ടൻ വാനിഷിങ് ഒറ്റ പോക്ക്. എടോ ശശി എന്താടോ പൊട്ടാഞ്ഞ്? ഇത്രയും നാള് സ്റ്റേജിൽ പൊട്ടിക്കൊണ്ടിരുന്നത് അത് അന്ന് മാത്രം പൊട്ടിയില്ല. ഈ കഥ മൊത്തം കളക്ടറുടെ അടുത്ത് പറയുകയും ചെയ്ത് എൻ്റെ അന്നത്തെ സമയത്ത് 25,000 രൂപ കിട്ടിയ പ്രോഗ്രാം 6,000 രൂപ കുറച്ച് ഒറ്റ ബ്ലാസ്റ്റിങ്ങിൽ ബാലൻസ് പൈസ കൊടുത്ത് അത് കൊടുത്താന്ന് പറഞ്ഞു. കാരണം അവരുടെ ബോംബുണ്ടായിരുന്നു, അത് പൊട്ടിച്ചില്ല. ഇതുപോലെ തന്നെ സ്റ്റേജിന്റെ പുറകിൽ നമ്മുടെ കൊട്ടിയത്തുള്ള ഒരു ആർട്ടിസ്റ്റ്, അവൻ ദിലീപിനെ അനുകരിക്കും. അപ്പൊ ഈ ദിലീപിനെ അനുകരിക്കുമ്പോ ബണ്ണ് ഇങ്ങനെ തിരികെ വെച്ചിട്ട് വേണമല്ലോ ഇങ്ങനെ കവള് ചാടിക്കാൻ. അപ്പൊ ഈ ബണ്ണ് മേടിച്ച് വെച്ചിട്ടുണ്ടായത് മേക്കപ്പിന്റെ ഇടയിൽ ഏതോ ഡാൻസുകാർ ഈ സാധനം എടുത്ത് അങ്ങ് തിന്നു. ഇവൻ നോക്കിയപ്പോൾ ബണ്ണില്ല. അവാർഡിനായിട്ട് സ്റ്റേജിൽ കയറാൻ പോകണം. അപ്പോൾ പെട്ടെന്ന് ബണ്ണ് തപ്പിയപ്പോൾ ബണ്ണ് കിട്ടാണ്ടായപ്പോൾ പറയും ബണ്ണ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ കമ്മിറ്റിക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ദിലീപിന് ബണ്ണ് വെക്കണമെന്ന് പറഞ്ഞിട്ട് ദിലീപിനും ബണ്ണെന്നാണ് ഇവൻ കേൾക്കണത്. ഇവൻ മേടിക്കാനായിട്ട് ഓടി 3 ഇന്നോവ പറന്ന് ബണ്ണ് മേടിക്കാനായിട്ട് ദിലീപേട്ടൻ ഫ്രണ്ടിൽ വന്നിരുന്നപ്പോൾ ഒരു ട്രെയിനിൽ 4-5 ബണ്ണുമായിട്ട് ദിലീപേട്ടൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ചെന്ന കഥ ഓർമ്മയുണ്ടത്? ദിലീപിന് ബണ്ണ് വേണമെന്നല്ലേ പറഞ്ഞത്? 4 ബണ്ണ് ദിലീപേട്ടൻ്റെ ഫ്രണ്ടിൽ. മാട്ടൻചേട്ടൻ അധ്യാപകനായിരുന്നില്ലേ, ചിത്രകല? അതെ അധ്യാപകനാകാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരുന്നു. നാട്ടിൽ ഞാനപ്പോൾ KGT ഡിപ്ലോമ കോഴ്സൊക്കെ പാസ്സായതാണ്. അപ്പം നാട്ടിൽ തന്നെ ഡ്രോയിങ് മാഷായിട്ട് വർക്ക് ചെയ്യണം, പിള്ളേരെ പടമൊക്കെ വരച്ച് പഠിപ്പിക്കുക എന്നൊക്കെ ഉള്ള ചിന്ത. ഏതെങ്കിലും ഗവൺമെൻറ് സ്കൂളിലാണ് ലക്ഷ്യം വെച്ച് ഇങ്ങനെ പഠിച്ചതൊക്കെ. പക്ഷെ അവസാനം ഇവിടെ ഒന്നും നടപടിയായില്ല. അപ്പം ഞാൻ നേരെ നാഗാലാൻഡ് പോയി. നാഗാലാൻഡിൽ? ഓ, നാഗാലാൻഡ് ഒരു 2 വർഷം അവിടെ സ്കൂളിൽ പഠിപ്പിച്ച് ജോലിയൊക്കെ ചെയ്തു. ഭാഷ പഠിച്ച് ഭാഷ ചെന്നിട്ട് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അത്യാവശ്യം നാഗാലാൻഡ് ഭാഷ എന്ന് പറഞ്ഞു 2 വരി കേട്ടോ. നമ്മൾ ഈ ഈന്തപ്പഴം തന്നെ പല ടൈപ്പ് വ്യത്യാസങ്ങളുണ്ടല്ലോ, പല വെറൈറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഹിന്ദി തന്നെ ഇങ്ങനെ ഇപ്പൊ ചതഞ്ഞ ഈന്തപ്പഴം ഉണ്ട്. അപ്പൊ ഹിന്ദി ഭാഷ ഒന്ന് വെറുതെ ഒന്ന് ചതച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് നാഗാമീസ വന്നത്. ശരി. ഐത്തേ ആവോ എന്ന് പറഞ്ഞ ഐത്തേ അങ്ങനെ തേ ഛോ എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ്. ഏതാണ്ട് ഒരു ചൈനയോടൊക്കെ അടുത്ത് കിടക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഒരു ഭാഷ പഠിച്ചെടുത്തു ഒടുവിൽ. അങ്ങനെ അവിടെ വർക്ക് ചെയ്ത് നിൽക്കുമ്പോഴാണ് എനിക്കൊരു ലെറ്റർ വരുന്നത്, ഇങ്ങനെ ഒരു ട്രൂപ്പിലേക്ക് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് പിന്നെ നമ്മുടെ ഈ കലാപരമായിട്ടുള്ളിൽ ഇങ്ങനെ കിടക്കല്ലേ, അങ്ങനെ നേരെ വന്ന് ഇവിടെ ജോയിൻ നാട്ടിലേക്ക് തിരിച്ചു വന്നത് തന്നെ. അങ്ങനെയാണ് ജോക്കേഴ്സ് വീണ്ടും. അപ്പോഴേക്കും ജോക്കേഴ്സ് വന്ന് എനിക്ക് പിന്നെ കോള് വരുന്നത് കൊച്ചിൻ ഹൈനസ് എന്ന് പറഞ്ഞൊരു ട്രൂപ്പിൽ നിന്ന്. എനിക്കറിയാം ഹൈനസ്. അവിടെ നിന്ന് പിന്നെ നേരെ ഹരിസിലേക്ക് വന്നു. ഞാൻ ഹരിസിൽ നിന്ന് ആണ് പിന്നെ ഇങ്ങനെ ഈ ഒരു ജൈത്രയാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. തോമാച്ചനെ കാണാറുണ്ടോ? നമ്മുടെ തോമസ് തോപ്പിൽ കൂടി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഒത്തിരി കാസറ്റുകളും കാര്യങ്ങളൊക്കെ, എത്രയോ കാസറ്റുകൾ, നിസ്സാരമല്ലേ, എത്രയോ കാസറ്റുകൾ. തോമസ് പക്ഷേ സ്റ്റേജിൽ അങ്ങനെ അധികം പെർഫോമൻസ് ചെയ്യാറില്ല, എഴുത്താണ്. അത് ഒരെണ്ണം ആറ്റുനോറ്റുണ്ടായ ഉണ്ണി എന്ന് പറഞ്ഞ ഒരു സ്കിറ്റിൽ അവൻ കളിക്കാൻ കയറിയവൻ. തോമസ് അത് നമ്മളൊരു സ്കിറ്റ് ഒരു ഷോ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു ചാർട്ട് ഉണ്ടാക്കുമല്ലോ, ലിസ്റ്റ് കഥാപ്രസംഗം. സെക്കൻഡ് ഐറ്റം ബാലെ, മൂന്നാമത്തെ സ്കൂള് എന്ന് വെച്ചിട്ട് പിന്നെ
അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഞങ്ങൾ ഒരു ദിവസം ലിസ്റ്റ് ഇട്ടത് ഒരു കൊച്ചുകുട്ടിനെ കുറിച്ച് എപ്പോഴും പറയും. ഒരു കൊച്ചുകുട്ടി തോമസ് പറയും, തോമസ് നമുക്കൊരു കൊച്ചുകുട്ടി. അപ്പോൾ തോമസ് തന്നെ ചെയ്താൽ പോലെ കൊച്ചുകുട്ടി. നമ്മളെ ഇപ്പോൾ കൊച്ചുകുട്ടിയായിട്ട് നീ ഉള്ളൂ, അതെ, നീ ചെയ്താൽ മതി. അങ്ങനെ കൊച്ചുകുട്ടിയായിട്ട് തോമസ് റിഹേഴ്സലൊന്നും നോക്കിയിട്ടില്ല. ഒരു കൊച്ചുകുട്ടിന്ന് മാത്രം വെച്ചിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിൽ നിന്ന് കരയുന്ന ഒരു കൊച്ചുകുട്ടി. എന്താ ആവശ്യം, എന്താ കാര്യങ്ങളെന്നോ എന്താ ക്ലൈമാക്സ് എന്നോ ഒന്നുമില്ല. അങ്ങനെ എഴുതി വെച്ച് ബാലേന്ദ്രനാണ് അനൗൺസർ. ഒരു സ്റ്റേജ് കിട്ടിയപ്പോഴേക്കും അതേ ഓർഡർ വെച്ചിട്ട് തന്നെ 3 ഐറ്റം ജമ്പ് ചെയ്ത് നിൽക്കണായിരുന്നു. നല്ല അടിപൊളിയായിട്ട് കയറി നിൽക്കുന്ന സമയത്താണ് നമ്മളെല്ലായിടത്തും പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ ഓരോ കൊച്ചുകുട്ടികളുടെ കരവിരുതുകൾ, അവരുടെ ചിരിയും കളിയും. ഇത് ഏതാ സാധനം ഞങ്ങൾ ചോദിക്കിയത്, ഇത് ഏതാ ഐറ്റം? കൊച്ചുകുട്ടികൾ നമുക്ക് ഇഷ്ടം. കൊച്ചുകുട്ടി കാണടാ, നോക്കിയിട്ടില്ല അമ്പടാ അവര്. തോമസേ കൊച്ചുകുട്ടി, കൊച്ചുകുട്ടി കേറ് ഒന്നും നോക്കിയില്ല. തോമസ് നേരെ നിന്ന് സ്റ്റേജിൽ ലൈറ്റ് ഓണായി, എന്തെന്താ ചെയ്യണ്ടേന്ന് അറിയാൻ പാടില്ലാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ തോമസ് കരയാണ്. കരച്ചിനൊരു കാരണം ഉണ്ടാവില്ല എന്തെങ്കിലും. അപ്പൊ അതില് നീ ചെല്ല് ചോദിക്കെന്താന്ന്. അല്ല ഞാനാ ലീഡ് ചെയ്യാൻ ബാക്കിൽ നിന്നിട്ട് ഞാനാ പറയണേ, നീ ചെല്ലുന്നിട്ട് നേരെ ബാലേന്ദ്രനോട് ചെല്ല് ചോദിക്കേ, കൊച്ചുകുട്ടിയോട് ചോദിക്കാൻ എന്താ സംഭവിച്ചെന്ന് ചോദിക്കും. കരയാൻ കാരണം എന്താ ചോദിക്കേ. ഞാനെന്ത് ചോദിക്കാനാണ്, അവ പോയി നിന്ന് വിളിക്കണേ, ഞാൻ ചെയ്യാൻ പറ്റൂ. ഇത് ഞാൻ പറഞ്ഞാടാ ഈ ഐറ്റം. എടാ അതിനുള്ള നേരമില്ല. അവൻ കരഞ്ഞിപ്പോ ആൾക്കാരൊക്കെ പ്രതീക്ഷിച്ചിരിക്കട്ടെ എന്തോ സാധനം വന്നെന്നുള്ളു. എന്താ ഇവിടെ കരയണേ, മറുപടി അറിയാൻ പാടില്ലല്ലോ തോമസിന്. എന്താ മറുപടി? അവിടെ നിന്ന് പറഞ്ഞോ എനിക്കെന്താ. അവൻ പോയി, അവൻ ബാക്കി പോകുന്നു. ആള് പോയി, അടുത്ത ആള് വിട്ട്. എന്താ എനിക്ക് തോന്നി കൈവിട്ട് നേരെ ഞാൻ ചെന്നു. എന്താ ഇവിടെ നിന്ന് കയറണേ? നമ്മൾ സ്ഥിരം ഒരു എല്ലാ സ്കിറ്റുകളുടെ എൻഡ് പഞ്ചെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എന്താണെന്ന് അറിയാൻ മനോഹരൻ അറിയാലോ. അതറിയോ? ചിലപ്പോൾ ക്ലൈമാക്സ് നന്നായിട്ട് കിട്ടിയില്ലാത്ത അവസ്ഥയിൽ നമുക്ക് എടുക്കാം. ഒറ്റടി അടിയാണ്, ചേക്കട്ട കൊത്തി ഒറ്റടി അടിച്ച് കൊച്ചുകുട്ടിയെ കരച്ചു. ഓരോ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇതുപോലത്തെ ഉള്ള പിള്ളേര്. വെറുതെ വന്ന് നിന്നും ജോലിക്കും മനുഷ്യനെ ഭ്രാന്താക്കാനായിട്ട്. വീട്ടിൽ പോടാ. ഞാനും പോയി, കൊച്ചുകുട്ടിയും പോയി. തീർന്നു ഓടിയത്. ശരി, ആ അടി കൊള്ളാണ്. ആ കൊച്ചിനത് വേണം. കണ്ട അത്രമാത്രം കരച്ചിലവള് കരഞ്ഞു. ഇന്ന് തോമസെ കൊച്ചുകുട്ടി കളിക്കണ്ടേ തോമസേ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ സ്റ്റേജിൽ കയറുമ്പോഴേ അല്ല ഞങ്ങൾ തമ്മിൽ കാണുമ്പോഴേ തോമസിന്റെ അടുത്ത് നമുക്ക് കൊച്ചുകുട്ടി കളിക്കട്ടെ. ഭയങ്കര അബദ്ധങ്ങൾ. അല്ല തോമസ് സ്റ്റേജിൽ കളിക്കണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. തോമസിന്റെ കല്യാണത്തിന്റെ തലേദിവസം കുഞ്ഞോളുടെ വീടിന്റെ അപ്പുറത്ത് തന്നെയുള്ള തോമസിനെ എടുത്തു. രജനീകാന്ത് പുള്ളിയൊക്കെ കളിച്ചിട്ടുള്ള തോമസ്. പിന്നെ ലൈനായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഇത് രജനീകാന്ത് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഒരുപാട് സ്റ്റാറൊക്കെ ചെയ്യുമായിരുന്നു പുള്ളി. എല്ലാം തോമസാന്നുള്ളൂ. തോമസ് കേട്ട സാറാവില്ല, തോമസ് കാന്ത്. ഒരു 96 മെയ് 6 മറക്കാൻ പറ്റത്തൊരു 1996 മെയ് 6. എന്താണ് ദിവസത്തിന്റെ പ്രത്യേകത? ആ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ദുബായിക്ക് പോണൊരു ഷോയ്ക്ക് വേണ്ടി ഹരിശ്രീന്ന് പോണൊരു ഡേറ്റാണത്. ഓക്കെ. അന്ന് തന്നെയാണ് സിൽക്ക് സ്മിത കലൂര് ഇവിടെ വരുന്നത് ഡാൻസിന് സ്റ്റേഡിയത്തിൽ. അന്ന് പ്രോഗ്രാം നടന്നില്ല. പക്ഷെ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നായിരുന്നു അന്ന് യാത്ര. അങ്ങനെ അവിടെ പോയി ഉള്ള ഒരു ഓർമ്മയിലേക്ക് പോയാണ്. കാരണം ഞങ്ങൾ എല്ലാവരും ബേബി ചേട്ടൻ സൗണ്ട് മറ്റേ ഞങ്ങൾ ആനന്ദൻ തബലിസ്റ്റ് ആനന്ദ്, പിന്നെ നമ്മുടെ ഹരിശ്രീയുടെ ഓണർ ഹരിച്ചേട്ടൻ മറ്റാൻ, അങ്ങനെ രഘു എല്ലാവരുടെയും കൂടി ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് പോകുമ്പോൾ ഫ്ലൈറ്റ്. അപ്പോൾ ഫസ്റ്റ് മറ്റേ ഇവിടെ ദുബായ് ഷോയാണ്. അപ്പോൾ നേരെ ചെല്ലുന്നു, ഫ്ലൈറ്റ് കയറുന്നു. അപ്പം അത് കോടി കൊണ്ടേ വെക്കുന്നു, ചാരി വെക്കുന്നു, എല്ലാം റെഡിയാണ്. അന്ന് പാസ്പോർട്ട് മേടിച്ച് നോക്കും അകത്ത്. ഇപ്പം ഇല്ല. ഇപ്പം നമുക്ക് അകത്ത് ചെക്കിങ് ഇല്ല. ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ നോക്കി മേടിക്കും, അടുത്ത ആൾ നോക്കും. ശരി, നോക്കി വന്നപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് ഹരീശ്രീയുടെ ഓണറിൻ്റെ നോക്കി കഴിഞ്ഞപ്പോൾ പുള്ളി അത് ഇവിടെ ബേബി നോക്കൂ നിങ്ങളുടെ കയ്യിൽ അവരോട് തന്നെ കയ്യിൽ നോക്കൂ. അപ്പോൾ എൻ്റെ ഇല്ല, ഞാനിപ്പോൾ വന്ന് ചോദിച്ചിട്ട് എൻ്റെ ഇന്ന് അവിടെ ഇപ്പോൾ തരൂ. പാസ്പോർട്ട് വെച്ചിട്ടില്ല. പാസ്പോർട്ടില്ല. പ്ലീസ് എഴുന്നേക്കൂ, വരൂ, കമോൺ, സ്റ്റാൻഡിങ്, സ്റ്റാർട്ട്. ഈ മുതലിനെ ഇറക്കി വിട്ട് ഞങ്ങൾ ഇവിടെ പോകും. മെയിൻ പാസ്പോർട്ട് എടുക്കാൻ മറന്നുപോയതാണോ? എങ്ങനെ പോകുന്നൊരു പിടിപാടില്ല. സാധനം അവിടം വരെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിനകത്ത് കയറൂല്ല. അതെ മിസ്സായി. വരൂ മറ്റേ വിളിച്ചു. അപ്പോൾ പുള്ളിയുടെ പ്രത്യേകത അല്ല, ഞാൻ ഒന്നും പറയണ്ട സാർ, വരൂ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം അത്രയും തരം ഇരപ്പിച്ച് പൊങ്ങണ്ട ഫ്ലൈ ഇങ്ങനെ നിൽക്കണ ഇരപ്പിച്ച് നിർത്തിയേക്കണ സമയത്തിൻ്റെ കോണിപ്പടി ഇത് മാറ്റി.
വാട്സപ്പ്റ്റാൻ കോണി കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് അനൗൺസ് ചെയ്തു ഗീമിയ കോണി നേരെ വന്നപ്പോൾ ചാരി വെച്ച് കമാൺ ഇറക്കി ഇതിനെ കൊണ്ടാണ് ജനലിൽ കൂടി മറ്റേ ഞങ്ങൾക്ക് കാണാൻ ഇങ്ങനെ കൊണ്ടുപോണത്. റൺവേ കൂടി നമ്മുടെ ആളിങ്ങനെ കൊണ്ടുപോകും. ഞങ്ങളൊക്കെ എന്ത് ചെയ്ത് ഇറങ്ങണേക്ക് വേവി എല്ലാവരെയും നോക്കിയേക്കണം കേട്ടാ എന്ന് പറഞ്ഞ് പോയി ആള്. വല്ലാത്ത ചിലപ്പോൾ അത് കുറച്ച് ഒപ്പന കുട്ടികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. കോഴിക്കോടിൻ്റെ ഒക്കെ അവരുടെയൊക്കെ തിരുവനന്തപുരത്താണ് അത് ഫ്ലൈ ചെയ്യണത്. കുറച്ച് നോക്കിയപ്പോൾ അങ്ങനെ പോകണം, നടന്നു പോകണം. വല്ല ഭയങ്കര സങ്കടം തോന്നുന്നു അല്ലേ? പിന്നെ ഒരാൾ മാത്രമേ, അതും മെയിൻ ആള്. കുറച്ച് ഇവിടേക്കും അനൗൺസ്മെന്റ് വന്നു, സാധനം പൊങ്ങണില്ലേ, കുറച്ച് നേരം ഉണ്ടല്ലോ അവിടെ മൂപ്പിച്ചോണ്ടിരിക്കണേ മറ്റേ ഇവിടെ വരുമ്പോൾ മറ്റേ ബസ് സ്റ്റാൻഡിൽ നിന്ന് സാധനം എടുത്ത് മാറ്റണം. മനോജ് അറിയാമോ? മനോജൊക്കെ എപ്പോഴും പറയാറുള്ളതാണ്. കോതമംഗലം 46-25 വണ്ടി എടുത്തിട്ട് പോകണം അവിടെ എന്ന് പറഞ്ഞ പോലെ ഫ്ലൈറ്റ് എടുത്ത് കൊണ്ടുപോകണല്ലേ, അടുത്തൊരു സാധനം പാർക്ക് ചെയ്യാൻ മറ്റേ പുറകിൽ പിടിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുള്ള അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. നോക്കിയപ്പോഴേക്കും ഒരു മനുഷ്യനോട് മാരത്തൺ ഓടണ പോലെ അവിടെ നിന്ന് ഓടി വരും. അപ്പൊ കയ്യിൽ സാധനം കാണാം, പാസ്പോർട്ട് റൈറ്റ് സൈഡ് കയ്യിലിരിപ്പുണ്ട്. കിട്ടി ഇവിടെ കോറിഡോറി കിടന്നത് നടന്നു വന്നപ്പോൾ ഈ സാധനം കയ്യിൽ നിന്ന് പോയതാ. അപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തുനിന്ന് മറ്റേ എയർ ഹോസ്റ്റസ് പോലെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. ഇത് ഓടി പറഞ്ഞിട്ടുണ്ട്, മത്തായി വണ്ടി എടുക്കലേ, ഫ്ലൈറ്റ് എടുക്കലേ മത്തായി എന്നൊക്കെ പറഞ്ഞു. മത്തായി എന്നാണ് പൗലോസ് എന്നാണെന്നറിയാമുള്ള പൈലറ്റിനോടൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അവിടെ നിന്ന് മെസ്സേജ് ഇവിടെ നിന്ന് മെസ്സേജ് കംപ്ലീറ്റ് ഇങ്ങനെ കൈ കാണിക്കണ്. ബെസ്റ്റ് ആലുവ ട്രാൻസ്പോർട്ടർ വീട്ടിൽ നിന്ന് കൈ കാണിക്കുന്ന മാതിരി സാധനം എടുത്തിട്ടുണ്ടായില്ല. കോണിപ്പൊടി വന്നു കയറി ഭയങ്കര കൈയടി എല്ലാവരും. ആ വന്ന വരവ് എന്ന് കണ്ടുപോക്കിയ രസം. ആ ഫ്ലൈറ്റ് കയറിയിട്ട് ഇറങ്ങി പാസ്പോർട്ടിന്റെ പേരിൽ ഇറങ്ങിപ്പോയിട്ട് ദൈവം സഹായിച്ച് കിട്ടി. അവിടെ പുള്ളി ഒന്ന് ഫസ്റ്റ് കയറി എടുത്ത് പൊങ്ങിങ്ങി പറ്റില്ല, തൂങ്ങിക്കിടന്ന് പോകണ്ടാവുന്നതാണ്. പക്ഷെ അത് എടുത്തിട്ടുണ്ടായില്ല. നേരെ ഓടി വന്ന് കയറി എല്ലാവരും ക്ലാപ്സ് അടിച്ച് വന്നിരുന്ന് എയർ ഹോസ്റ്റസ് ഇത് കൊടുക്കുന്നു, ജ്യൂസ് കൊടുക്കുന്നു, മിഠായി കൊടുക്കുന്നു. പുള്ളി വന്ന് ഇരിക്കുന്നു. സന്തോഷം. ഞങ്ങൾ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വന്നിരുന്ന് ഫസ്റ്റിലാണ്. ഒരു ഇത്തിരി സമയം എടുക്കൂല്ലോ, 2 മിനിറ്റ് എടുക്കൂല്ലോ സംസാരിക്കാനായിട്ട്. ഫസ്റ്റ് സംസാരം വന്നിരുന്നിട്ടാണ്. ബേബി മാറ്റിൻ देखो ശ്രദ്ധ കുറവ് ഉണ്ട് അല്ല. അപ്പം നിങ്ങളുടെ പാസ്പോർട്ട് തരൂ, ഞാൻ പിടിച്ചോളാം. എല്ലാവരും പാസ്പോർട്ട് തരൂ, ഞാൻ പിടിച്ചോളാം. ഈ സ്വാതന്ത്ര്യത്തിന് ഞാൻ സൂക്ഷിച്ചോളാം, തരൂ, ഞാൻ എൻ്റെ തരൂ നിങ്ങളുടെ പാസ്പോർട്ടുകൾ. സ്വന്തം പാസ്പോർട്ട് വിട്ടേ കളഞ്ഞിട്ട് അഞ്ചലാട്ടം ഓടി വന്ന് ബസ്സിന് കൈ കാണിക്കുന്നതിന്റെ അപ്പുറം കാണിച്ചിട്ട് ഓടി വന്ന് കയറിയിട്ടുണ്ട്. നിങ്ങളുടെ പാസ്പോർട്ട് തരുമോ, ഞാൻ പിടിച്ചോളാം, ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞ ഒരു ചരിത്രം കൂടി എനിക്കറിയാം സാർ. അതുപോലെ തന്നെ മാറ്റിപ്പോയി ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ ഫ്ലൈറ്റ് എയർപോർട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതുപോലെ ട്രിവാൻഡ്രത്തെ എയർപോർട്ടുള്ളൂ, എങ്ങാണ്ട് 10-15 വർഷം മുമ്പ് ഞാൻ പോയിട്ട് ഇവർ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പരസ്പരം പറ്റിക്കും, അറിയാലോ അല്ലേ. ഇങ്ങനെ ക്യൂ നിൽക്കുക ഇമിഗ്രേഷന്, എല്ലാവരും ഫ്ലൈറ്റിൽ കയറുമ്പോഴുള്ള പേടി, അവിടെ ചെല്ലുമ്പോഴുള്ള എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ടേ എന്നോട് പറയാ, ഇനി എല്ലാവരും 7 ഫോട്ടോ അങ്ങ് എടുക്കാൻ. 7 ഫോട്ടോ പെട്ടെന്ന് തരാൻ, ഫ്ലൈറ്റിൽ കയറാൻ. 7 ഫോട്ടോയോ? ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. 7 ഫോട്ടോ പെട്ടെന്ന് 7 ഫോട്ടോ തരാൻ ഇവര് പ്ലാൻ ചെയ്തിട്ടേ. നമുക്കിത് ഒരു ടാഗ് തരുമല്ലോ, പ്ലാസ്റ്റിക്കില്ല റബ്ബറിൻ്റെ ഒരു ഇതിട്ടുണ്ട്. ഇത് കയ്യിൽ പേര് എഴുതിയിട്ട് ഇവിടെ ഇടിച്ചിട്ടുണ്ട് എൻ്റെ ഇതിട്ടുണ്ട് ചെല്ലണമെന്ന്. അതുപോലെ നമ്മുടെ ഒരു അഡ്രസ്സിന് 10 രൂപ കൊടുത്തിട്ട് കയറി ഫ്ലൈറ്റിലേക്ക് കാല് വയ്ക്കുമ്പോൾ എയർ ഹോസ്റ്റസ് നിൽക്കുമല്ലോ, ചുരുട്ടി ഇവന് 10 രൂപ കയ്യിലേക്കാണ് കൊടുത്തേക്കാൻ. ആദ്യ കാലങ്ങളിലൊക്കെ അല്ലേ മുഖം തുടങ്ങിയ ടിഷ്യൂ തിന്നിട്ടുണ്ട് ഫ്ലൈറ്റിൽ കയറിയിട്ട്. എങ്ങനെ ആദ്യ കാലങ്ങളിൽ നമുക്കൊന്നും അറിയില്ല. തൊട്ടടുത്തിരിക്കണോ കാണിക്കണ കണ്ടു വേണം ചെയ്യാൻ. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള അടുത്തിരിങ്ങനെ ഇങ്ങനെ ആദ്യമായിട്ട് കേട്ട് ഇങ്ങനെ പരിങ്ങ് ഇത് തുറക്കണമില്ല, ആരെങ്കിലും കഴിക്കണ കണ്ടാലാണ് ഇത് തിന്നാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ മറ്റേ ടിഷ്യൂ ഉണ്ടല്ലോ മുഖം തുറക്കണ കറക്റ്റ് മടക്കി ബബിൾക്കം പോലെ വെച്ചേക്കുക. അത് കീറിയിട്ട് ഇവൻ കീറുന്നുണ്ട്, അവനും കീറി. എന്നിട്ട് അവനിങ്ങനെ എടുത്തിട്ട് കൊണ്ടൊരു വായിലേക്ക് വെക്കുമ്പോഴേക്കും അവൻ വായിലിട്ട് കഴിഞ്ഞു. മിമിക്രി അല്ലാതെ വേറെ എന്തെങ്കിലും കലാരൂപങ്ങൾ ചെയ്തിട്ടുണ്ടോ? ടാബ്ലോ ഇതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബൈബിളിൽ ഫ്രാൻസിസ് അസീസി എന്ന് പറഞ്ഞൊരു വിശുദ്ധനുണ്ട്, സെൻറ്റ് ഫ്രാൻസിസ് അസീസി. അദ്ദേഹം ഈ ചെന്നായിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മുട്ടുമടക്കി നിൽക്കും അദ്ദേഹത്തിന് മുമ്പിൽ. എത്ര ക്രൂരനായ ചെന്നായാണെങ്കിലും അത്ര ഒരു പവർഫുള്ളായിട്ടുള്ളൊരു വിശുദ്ധനാണ് ഫ്രാൻസിസ് അസീസി. അപ്പോൾ അതാണ് സബ്ജക്റ്റ്. പക്ഷെ വേറെ ഈ ചെന്നായനൊന്നും നമുക്ക് ഒപ്പിക്കാൻ പറ്റില്ലല്ലോ. നടക്കില്ല.
നടപടിയാവാത്ത കേസാണ്. പക്ഷെ വേറൊരു വെച്ചാൽ ഞങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന എതിരെന്ന് പറഞ്ഞാൽ അന്ന് ഇതാണല്ലോ, എന്താണ് മത്സരത്തിൻ്റെ ഒരു പവറാണല്ലോ. അപ്പം ഞങ്ങൾക്ക് ഫസ്റ്റ് കൊണ്ടുപോകണം, നിങ്ങൾക്ക് ഫസ്റ്റ് കൊണ്ടുപോകണം എന്നുള്ള ചിന്തയിൽ ഒരു പേര് കൊടുത്ത് ആ സംഭവത്തിന് ഞങ്ങൾ ഞെട്ടിപ്പോയി. സത്യമായവരോട് എന്ത് ചേർന്നോ, അവരുടെ വീട്ടിലൊരു ഉഗ്രം പട്ടിയുണ്ട്, നല്ല ഒത്ത പൊക്കം, നല്ല സൈസായൊരു സാധനം. ഇവിടെ ഇങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരും, കറക്റ്റ് ചെന്നായ പോലെ തോന്നിക്കും. അതേതാണ്ട് ആ രൂപമാണ് അതിന്, ആ പട്ടിക്ക്. ഞങ്ങൾ വൈകുന്നേരം പോയി പാത്തിങ്ങനെ നോക്കുമ്പോൾ അവിടെ ഭയങ്കര റിഹേഴ്സലാണ്. അതായത് എതിർ ഗ്രൂപ്പാണിത്. ഓക്കെ, ഭയങ്കര റിഹേഴ്സലാണ്. രണ്ടു ചേട്ടനനിയന്മാരോട് ചേട്ടനനിയൻ ഭയങ്കര റിഹേഴ്സൽ. മീൻ സിഗ്നൽസാണ് കംപ്ലീറ്റ്. കൈകുത്തി ഇരിക്കും. ഇത്രയും മതിയാവും. കാരണം ഇത്രയും ഒരു സാധനം വന്നിട്ട് അത്ര ഇരിക്കണമെങ്കിൽ അത് ഗടാഗടിയാനായിട്ടുള്ളൊരു ഉഗ്രം സാധനം. പോയി ഞങ്ങളിനി പേര് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഇനി അവിടെ കാട്ടാളനല്ല, ഇനിയിപ്പോൾ ഈ മറ്റേ ശവനീന് വന്നാലും അങ്ങനത്തെ സെറ്റപ്പൊക്കെ കൊണ്ടുവന്നാലും ഒന്നും നടപടിയാവില്ല. മറ്റൊരു പ്രൈസ് അടിക്കും. പട്ടി ഒറിജിനൽ പട്ടി അഭിനയിക്കുന്നു മാത്രമല്ല ഉണ്ട്. അപ്പം മത്സര ദിവസം ഓക്കെ. അപ്പോൾ ചെസ് നമ്പർ 16 എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നേരെ കറക്റ്റായിട്ട് ലൈറ്റിൻ്റെ അരണ്ട വെളിച്ചം ഇങ്ങനെ നിന്നപ്പോഴേക്കും നോക്കിയപ്പോൾ കറക്റ്റ് ഫ്രാൻസിസ് അസീസി ലോഹൊക്കെ ഇട്ട് നല്ല താടി ഒക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക, നല്ല പ്രകാശപൂരിതമായിട്ടുള്ള ആളുകൾ ദിവ്യ പ്രഭയിൽ അങ്ങനെ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് മറ്റേ അനിയൻസാണ് സിഗ്നൽ കൊടുക്കണേ. ആർക്ക്? പട്ടിക്ക്. ചെന്നായാണല്ലോ, അപ്പോൾ കഥയിൽ ചെന്നായാണ്. അപ്പോൾ ഇങ്ങനെ പട്ടി വന്നു അങ്ങനെ അവരെ അതിൻ്റെ ശബ്ദങ്ങൾ കൊടുത്ത് പഠിപ്പിച്ചാണ്. ഈ പട്ടി ഇങ്ങോട്ട് വന്ന് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ നിന്നിട്ട് പിന്നൊന്ന് റിവേഴ്സ് പോയി ഇങ്ങനെ പുറകിലേക്ക്. ഇതെന്താ സംഭവം എന്ന് മറ്റേ സിഗ്നൽ കൊടുക്കുന്ന ആൾക്ക് പിടുത്തം കെട്ടാനുള്ള. ഇങ്ങനെ അല്ലായിരുന്നല്ലോ, നേരെ ചെല്ലണമാണല്ലോ, ഇതെന്ത് പറ്റി? ഒരു റിവേഴ്സ് പോകുന്നുണ്ടല്ലോ. മാറ്റി സിഗ്നൽ കൊടുത്തു. അപ്പം സിഗ്നൽ കൊടുക്കണ ഒരു ലുക്ക്. പട്ടി വന്നു നിന്നു. പണി പാടിയ പോരളിച്ച് കണ്ടപ്പോഴേക്കും പയ്യെ വേറൊന്നും കൊണ്ടല്ല, ഫ്രാൻസിസ് നിൽക്കുന്ന പയ്യൻ അവനിങ്ങനെ ഞെട്ടി. ഇതെന്താ സംഭവം എന്നൊരു പിടിപാടില്ല. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാത്തൊരു നിമിഷം ഇവൻ്റെ മുരളിച്ച മൂത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 4 കോരങ്ങട് കുറച്ചും ലൈറ്റ് ഓഫ്. ആൾക്കാരില്ല, ഞെട്ടി. എന്താ സംഭവിച്ച കേസ്? ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടില്ല. എന്താ സംഭവിച്ചെന്നൊരു പാടില്ല. സിഗരറ്റ് മാറിപ്പോയതാണോ എന്ന് അറിയാൻ പാടില്ല. പിന്നീടാണ് ആ നഗ്നമായ സത്യം മനസ്സിലാക്കണത്. റിഹേഴ്സൽ കൊടുത്തപ്പോൾ രണ്ടുപേരും ലുങ്കിയും ഷർട്ടും ഇട്ടിട്ടാണ് റിഹേഴ്സൽ കൊടുത്തോണ്ടിരുന്നത്. ഡെയിലി ഷർട്ടും കൊണ്ടും ജിമി പട്ടി ഒരു ഇങ്ങനെ കിടക്കും. ടേക്കിന്റെ സമയത്ത് സ്റ്റേജിൽ വന്നോടെയാണ് രൂപമാറ്റം ഇങ്ങനെ വന്നപ്പോൾ പട്ടിക്ക് ഒരു അതൊക്കെ തന്നെ. പക്ഷേ എവിടെയോ ഒരു സംതിങ് വ്യത്യാസമുണ്ട്. ഈ പട്ടികൾക്ക് പിടുത്തം കിട്ടും, എന്നാലും ഒരു ഏത് പട്ടിയാണെങ്കിലും സംശയിക്കൂലേ. ആരുടെ താടി കിട്ടണ് ഇവൻ തന്നെയാണോ? കാരണം അത് വല്ലാത്ത ഫീലിംഗ് ആയി പോയല്ലോ പാട്ടി ടീം. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായി ഞങ്ങളുടെ അവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതില്ല, എല്ലാം പൊളിഞ്ഞു പോയി. അതാണ് നമ്മൾ ദേവാലയങ്ങളിലും അവിടെയൊക്കെ പോകുന്ന ആൾക്കാരാണ്, വിശ്വാസികളുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെല്ലാം ഓരോ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. എടപ്പള്ളി പള്ളിയിലത്തെ ഒരു സംഭവം ഇങ്ങനെ ഓർത്താണ്. മീൻസ് അതായത് അവിടെ കോഴി കൊണ്ട് പുണ്യാളി നിറച്ചിട്ടിട്ട് കോഴി അറക്കുന്നു, അവിടെ നിന്ന് കൂട്ടമായിട്ട് ഭക്ഷണം കഴിക്കുന്നു, പോരുന്നു. അതാണ് അവിടുത്തെ വഴിപാട്, കോഴി അറക്കൽ. പള്ളിയിലെ വഴിപാട് കോഴി അറക്കൽ. അപ്പം ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളൊരു കുറച്ചുകൂടി ഒരു ഗ്യാങ് പ്ലാൻ ഇട്ടിട്ട് നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് പോകണം, പള്ളി പോയിട്ട് മുന്നാണ് നേർച്ചയൊക്കെ ഇട്ട് അവിടെ തന്നെ വെച്ച് കോഴിക്കറിയൊക്കെ വെച്ച് കഴിക്കുക, പോരുക എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് കോഴിനെ കളക്ട് ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ കോഴി ഉണ്ടെങ്കിൽ അവർക്ക് വരാം കൂടെ. അങ്ങനെയാണ്. അല്ലാണ്ട് മനോജിന്റെ വീട്ടിൽ കോഴി ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വരാൻ പറ്റില്ല. ഇല്ല, നമ്മുടെ വീട്ടിൽ എന്നെ കൊടുത്തൂല. അപ്പോൾ കോഴി, അപ്പം ഞാൻ പ്രസന്റ് പറഞ്ഞു ഒരു കോഴി വീട്ടിലുണ്ടായിരുന്നു, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ തോമസിന്റെ വീട്ടിലൊരു കോഴി ഉണ്ടെന്ന് പറഞ്ഞു. തോമസിന്റെ ഒരു ഇളയപ്പനുണ്ട്, ഇളയപ്പൻ്റെ വീട്ടിലൊരു കോഴി. അപ്പോൾ 3 കോഴിയായി, 3 ആളായി. പിന്നെ കൂട്ടുകാരെ വിളിക്കുക. അപ്പോൾ ഒരാൾ കൂടി വന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലൊരു കോഴി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ. അപ്പം അപ്പം തന്നെ കോഴി കൂടുതലായതാ, നമുക്ക് കൂടി 2 പേരെ ഇവിടെ വിളിച്ചേക്കാം, അവർക്ക് കോഴി വേണ്ട. അങ്ങനെ പോകുന്നു. അങ്ങനെ നേരെ ഇടപ്പള്ളി ചെല്ലുന്നു. അപ്പോൾ അവിടെ
ഈ ലാസ്റ്റ് കൊണ്ടുവന്ന കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനയിലെ കോഴിയാണ്. മനയിലെ കോഴി ഇത്തിരി പ്രായപൂർത്തിയായിട്ടുള്ള കോഴിയാണ്. ഇത്തിരി മൂപ്പ് കൂടുതല. ഇത് ഭയങ്കര ഈ കോഴിയുമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പുറപ്പെടുന്നു, യാത്ര പുറപ്പെടുന്നു, നേരെ ചെന്ന് പിന്നെ എൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇളയപ്പൻസാണ്. കോഴി ഇറക്കുക, ഞങ്ങൾ പപ്പും മുടിയും പറിക്കുക, മാറ്റുക, മറ്റേ ചൂടുവെള്ളത്തിൽ മുക്കുക, പറിക്കുക. അപ്പോൾ ഒരു സൈഡിൽ മറ്റേ കട്ടിങ്സ് സവാള അരിയുക, അതൊക്കെ ഓരോ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ 3 കോഴിനെ ഞങ്ങൾക്ക് കൈ കിട്ടിയിട്ട് ഒരെണ്ണത്തിന് മാത്രം കിട്ടിയിട്ടില്ല. അതിനെ മുക്കണ്ടേ, ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടുണ്ട് പറിക്കാൻ. ഞങ്ങൾ ചോദിച്ചു എന്തായി എളപ്പോ, എന്തായി കോഴിനെ ഓരോരുത്തർ കിട്ടാണ്ടല്ല, ഇങ്ങോട്ട് വന്നില്ല. വന്നിട്ടില്ല നോക്കുമ്പോൾ ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിയെ അറക്കണമല്ലോ. അത് എവിടുത്തെ കോഴി? അത് മനയില്ല, കാലാകാലങ്ങളായിട്ട് നിൽക്കുന്ന മൂത്ത കോഴി. അപ്പൊ അവന്റെ ഞങ്ങൾ പകരം മനയില കോഴി പറഞ്ഞിട്ടാണ് ഈ കത്തി വെച്ചിട്ട് ഈ അറുത്തിട്ട് പ്ലുക്കു എന്ന് പറഞ്ഞുകൊണ്ട് ഈ തൊലി ഇങ്ങനെ അങ്ങോട്ട് പോകണമല്ലാണ്ട് ഈ സാധനം കട്ടാവണില്ല. ഇളയപ്പൻ 1.5 മണിക്കൂറുണ്ട് അവിടെ ഇട്ട് നോക്കണം. ഇത് മുറിയണില്ലടാ, അത്ര മൂപ്പാന്ന് തോന്നിയത്. പിന്നെ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങൾ നോക്കുമ്പോൾ കോഴിയുടെ 2 ചിറകും വെച്ചിട്ട് ആ 2 ചിറകേലും ചവിട്ടി പിടിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് പറയണേ ഒരു മൊനയുള്ള കത്തി കിട്ടോ, എന്തോന്നുമേ ഇതിനെ കുത്തിക്കൊല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴീനെ കുത്തി അറുത്ത് കൊല്ലലാണ് അവിടുത്തെ വഴിപാട്. ഇത് വെളിപാടായി പോയി. ഇത് എന്താണെന്ന് അറിയാൻ പാടില്ല. ഇത് എന്താണ് ഇതിനെ കുത്തിക്കൊന്നാലേ ചാവുള്ളൂ, നെഞ്ചിനൊക്കെ കുത്തണം ഇരുന്നുണ്ട്. ഞാൻ പറയൂ എൻ്റെ പുണ്യാടാ ക്ഷമിക്കണേ. കാസറ്റ് തരംഗത്തിൽ, അതായത് ഒരു കാലത്ത് നമ്മളെല്ലാം കാസറ്റ് CD-കളിലൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ പരസ്പരം പങ്കെടുക്കാൻ സാധിച്ചത്. അതെ. അതിൽ ഏറ്റവും സൂപ്പർ ഹിറ്റാണ് ടൈറ്റാനിക്. അതെ ടൈറ്റാനിക്കിന്റെ വേറെ കോമഡി പോർഷൻ നാദിഷിക്ക, തോമസ് തോപ്പിൽക്കുടി, മാട്ടുചേരൻ്റെ ബീരാനിക്ക. അതെ സൂപ്പർ ഹിറ്റ് കാസറ്റ് ആയിരുന്നു അല്ലേ? അതിൻ്റെ ഓർമ്മകളെ കുറിച്ച് എങ്ങനെയാ? അതൊരു ടൈറ്റാനിക് നല്ല വൻ വിജയമായിട്ട് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാവരും കാണാത്തവരില്ലാന്ന് പറയാം. അപ്പൊ അതിന് എൻ്റെ ഇങ്ങനെ ചെറിയൊരു സ്പാർക്കാണ് നമ്മുടെ തോമസ് തോപ്പിൽക്കുടിക്ക് കിട്ടുകയാണ്. ഇത് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാസറ്റ് ആയിക്കൂടാ? അങ്ങനെ വന്നാൽ ഞാനായിട്ട് സംസാരിച്ചു. പറയാം അതിനകത്ത് നീ ചെയ്യേണ്ട ഒരു പോർഷൻ ഇതാണ്. നായകനാണ് ജാഫർ കാപ്രിയോ. പിന്നെ നടി മറ്റേ ആമിന വിൻസെൻ്റ്, സാജു കുര്യൻ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയിട്ടാണ് ഈ ഓഡിയോ കാസറ്റ് റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഉത്ഭവം. അതിനകത്ത് പൊതുവെ മുസ്ലിം ക്യാരക്ടറായിട്ടുള്ള ബീരാനിക്ക നല്ല നന്നായിട്ട് ഒത്തിരി ഓടിയ ഒരു കാസറ്റാണ്. അല്ലേ? ഒരു ഹൈലൈറ്റ് ഒരു സംഭവം ക്ലൈമാക്സിന്റെ ഒരു സീൻ ഇപ്പോഴും ഓർക്കുമ്പോൾ ചിരി വരും. ഞങ്ങളുടെ സ്റ്റുഡിയോയിലൊക്കെ എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു. ഐസ് കട്ടയിൽ എല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. ലാസ്റ്റ് ഇത് മുങ്ങിയല്ലോ, കപ്പൽ മുങ്ങി. ഹലോ ചത്തോരാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അനൗൺസ്മെന്റ് കടലിൽ കൂടി. ജീവിച്ചിരിപ്പുണ്ടോ അങ്ങനെ അനൗൺസ്മെന്റ് സമയത്താണ് ഈ ഐസ് കട്ടയിൽ കിടന്നിട്ട് ഇങ്ങനെ ആമിന കരയാണ്. ബീരാനിക്ക എന്ത് ഭർത്താനാണ് ഈ പറയണത്? ഈ ഐസും കെട്ട വെള്ളത്തിൽ ഇത്രയും തണുത്ത് ഇറങ്ങിച്ച് മരവിച്ച് ചാവറായി കിടക്കുന്നത് ഈ തമ്പാക്ക് ഞാൻ എവിടെ പോയി മേടിച്ചുകൊണ്ട് വരാനാണ്? നിന്നോടല്ല പറഞ്ഞ തമ്പാക്ക് കിട്ടാത്തൊരു ഏരിയയാണിത്, സ്ഥലം വേറെയാണ്. തമ്പാക്കല്ല മനുഷ്യനെ കമ്പാക്ക് വരാൻ രക്ഷപ്പെടുത്തിക്കൊണ്ടോ. അത് സൂപ്പർ ഹിറ്റ് കാസറ്റ് ആയിരുന്നു. അത് നല്ല അതൊക്കെ ചെയ്തേക്കണ എല്ലാവരും കേട്ടോ. എല്ലാ ആർട്ടിസ്റ്റുകളും മനോജക്കുണ്ട്, എല്ലാവരും നമ്മളടക്കം ഒരുമിച്ച്. ഈ ജോക്കേഴ്സിലെന്നുള്ള തുടക്കം ഞങ്ങൾ ഇങ്ങനെ മനോജ് ഞങ്ങൾ 4-5 പേര് ആലുവ ജോക്കേഴ്സ്. അത് പിന്നെ ന്യൂ ജോക്കേഴ്സ് ആലുവ ആക്കേണ്ടി വന്നു. ബാലേന്ദ്രൻ ആർട്ടിസ്റ്റുകൾ, മുരളി, തോമസ് തോപ്പിടി, ഒരു കുയിലൻ ബാബു എന്ന് ഞങ്ങൾ പറയണത്. കാരണം കുയിലൻ നാടക ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ കുയിലൻ ചേട്ടൻ. അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ തുടങ്ങിയപ്പോൾ മുരളിനെ കിട്ടുന്ന ഒരു 2 ബസ്സുകൾ ഇങ്ങനെ അടുപ്പിച്ചിട്ടുണ്ട്. ഇടയിൽ നിന്ന് ഞങ്ങൾ അപ്പുറത്ത് നിന്ന് വെറുതെ റിഹേഴ്സിങ് നോക്കിക്കൊണ്ടിരിക്കണം. ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇപ്പോഴത്തെ ഡാൻസേഴ്സ് അവർക്ക് എപ്പോഴും ഡാൻസ് തീരുമല്ലോ. സ്റ്റേജിൽ കയറുന്നതിന് മുമ്പും ഡാൻസിൻ്റെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. കാരണം അവർ എപ്പോഴും ഇങ്ങനെ ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ അന്ന് മിമിക്രി ഞങ്ങൾ കളിക്കുമ്പോഴത്തേക്കും ഐറ്റം പറഞ്ഞു നോക്കലാണ്. അത് ഇന്ന സ്ഥലമൊന്നുമില്ല. അതെ ഒന്ന് പറഞ്ഞു നോക്കാം, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അതൊന്നും. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനും തോമസും ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒരു ബസ്സിൻ്റെ ഇടയിൽ നിന്നൊരു ശബ്ദം, അയ്യാ
അത് ഞാൻ നിനകം ഇതാരും ഞങ്ങളാരും പറയാനുള്ളത്. പിന്നെ ഇത് എവിടെ നിന്ന് ശബ്ദം നോക്കുമ്പോൾ ഞങ്ങളുടെ ട്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നേക്കണ പുള്ളി ഞങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ബസ്സിൻ്റെ ഇടയിൽ നിന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. അവ കയറിയിട്ടില്ല ട്രൂപ്പിൽ, ഇങ്ങനെ ഞാൻ എടുക്കും എന്ന് കേൾപ്പിക്കുക. വയ്യാം എന്നൊക്കെ ബാലേന്ദ്രൻ്റെ ശബ്ദമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് ബസ്സിനെ വിളിഞ്ഞു നോക്കിയപ്പോൾ മുരളി, വൈക്കം മുരളിയിലാണ്. വൈക്കം മുരളി. നമസ്കാരം ചേട്ടാ, ഞാൻ ഇതിനകത്ത് ട്രൂപ്പിൽ കയറാനായിട്ടാണ്. അങ്ങനെ മുരളിനെ കൂടി കൂട്ടിയിട്ട് അപ്പം ഞാൻ തന്നെ അത് ബോർഡൊക്കെ എഴുതി, ജോക്കേഴ്സ് ആലുവ എന്ന് ബോർഡൊക്കെ എഴുതിയിട്ട് ഒരു വണ്ടിയുടെ മുകളിൽ വെക്കുക. ഒരു ആർട്ടിസ്റ്റും കൂടിയാണല്ലോ, അത് മനോഹരം. ഒരു നാഗാലാൻഡൊക്കെ പോയ ചരിത്രമൊക്കെ അറിയാം. എനിക്കറിയാം. അപ്പം അത് ജോക്കേഴ്സ് ആലുവ എന്ന് ബോർഡൊക്കെ ഞാൻ തന്നെ എഴുതിയിട്ടാണ്. അന്ന് വൺ മിസ്റ്റർ പാപ്പച്ചൻ ഉണ്ട്, പാപ്പച്ചൻ്റെ വണ്ടി ആ അംബാസഡർ കാറിൻ്റെ മുകളിൽ വലിച്ചു കെട്ടിയിട്ടാണ് പിന്നെ വണ്ടി പോണത്. ജോക്കേഴ്സ് ആലുവ അന്നൊക്കെ പോയി അന്നത്തെ കയറി നിന്ന് പോകുമ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ടെന്നുള്ളത്. ഇപ്പം അങ്കമാലി ആണെങ്കിലും അതൊക്കെ പോകുമ്പോൾ പിന്നെ ഒരു പാലക്കാട് കിട്ടി. പ്രോഗ്രാം കഴിഞ്ഞ് നല്ല അടിപൊളി നല്ല പ്രോഗ്രാമായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ റോഡ് സൈഡിൽ ഈ പാപ്പച്ചൻ സാരഥിയും വേറൊരാളും തമ്മിൽ അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണേ അവർക്കൊഴിവില്ലെങ്കിൽ വേണ്ടെന്ന്, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ പാപ്പച്ചൻ്റെ കയ്യിലിരുന്ന ചാവി എടുത്ത ഒറ്റ ഏറാണ് പാപ്പച്ചൻ. ഡ്രൈവർ പാപ്പച്ചൻ ചാവി എടുത്ത് ഞങ്ങളുടെ ഡ്രൈവർ. അപ്പോൾ ഇത് മറ്റേ ആൾക്കാരൊക്കെ നോക്കിയിരിക്കുക കുറച്ച് പേര്. എന്താന്ന് വെച്ചാൽ അല്ല എത്ര ദിവസം മനുഷ്യൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി ഈ പ്രോഗ്രാം ഒരു മാസത്തിൽ കിട്ടിയ ഒരു പ്രോഗ്രാമായിട്ടാണ് പാലക്കാട്. ഈ പാപ്പച്ചൻ ഹൈപ്പ് എന്ന് വെച്ചാൽ അത്ര തിരക്കെടുന്ന് അറിയട്ടേന്ന്. ഞങ്ങൾ നിർത്താതെ ഓടുന്ന ട്രൂപ്പാണ്. ഒന്ന് ഉറങ്ങാൻ കൊതിയായിട്ട് പാടില്ല ചേട്ടാ, ഒന്ന് ആലോചിച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞ് പാപ്പച്ചൻ ഭയങ്കര ഇത് സത്യമായ കാര്യമല്ല താനും. ജനങ്ങൾ കേൾക്കുമ്പോഴേക്കും സമ്മതിക്കണോട്ടെ പിള്ളേരെ. ആലുവ ജോക്കേഴ്സിന് ഡെയിലി പ്രോഗ്രാം അന്ന് വന്ന് സംസാരിച്ച ആളെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു 4-5 അമ്പലത്തിലെ മെയിൻ ആളാണ്. അയാൾക്കൊരു അങ്ങേരുടെ കീഴിലൊരു 4-5 അമ്പലം ഞങ്ങൾക്ക് പരിപാടി തരാൻ വേണ്ടി വന്നതാ. അത് ഉള്ള പ്രോഗ്രാം കളയും ചെയ്ത് പാപ്പച്ചൻ ഓവറാക്കി ഭയങ്കര ആത്മാർത്ഥ കൂടിപ്പോയി. ആൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മിമിക്രി അല്ലാതെ വേറെ എന്തെങ്കിലും കലാരൂപങ്ങൾ ചെയ്തിട്ടുണ്ടോ? കഥാപ്രസംഗം അത് അശോകരംപള്ളി മനോജ് വന്നിട്ടുണ്ടല്ലോ. ഞാൻ ആ ഇടയ്ക്ക് മറ്റേക്ക് അവിടെ ജോക്കേഴ്സ് ഉള്ള സമയത്ത് ഞാനും വന്നിട്ടുണ്ട്. അശോകരംപള്ളിയിലത്തെ ഒരു മെയിൻ താരങ്ങളായിരുന്നു ഞാനും തോമസ് വകുപ്പ് കൂടി. അവിടെ നാടക മത്സരങ്ങളുടെ മേക്കത്തിലും പങ്കെടുക്കും. ഞങ്ങളുടെ സ്ക്രിപ്റ്റ് എഴുതും. തോമസും കൂടി എഴുതുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾ ഉറക്കമുളച്ചപ്പോൾ പറഞ്ഞ് നാളെ സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിന് നാടകം അവതരിപ്പിക്കാം വികാരിയച്ഛൻ പറഞ്ഞു. ഞാനും തോമസും പിന്നെ നോക്കേണ്ട ആവശ്യമുണ്ടോ, നേരെ ബുക്കും പേനയും എൻ്റെ വീട്ടിൽ പോയിരുന്ന് തച്ചിന് ഉറക്കമുളച്ച് ഞങ്ങളൊരു നാടകം എഴുതുകയാണ്. 45 മിനിറ്റിൻ്റെ ഒരു നാടകം. ആമോസ് നാടകത്തിൻ്റെ പേര് അങ്ങനത്തെ. അപ്പോൾ അതൊക്കെ ഭയങ്കര ക്രേസായിരുന്നു അന്ന് നാടകം. അങ്ങനെയൊക്കെയല്ലേ ഒരു നാടകം. ഇടവകയിൽ പള്ളിയിൽ ഷൈൻ ചെയ്യാലോ. പിന്നെ ഒരു ലൈനൊക്കെ വീണ ടൈമാണ്. ഇഷ്ടം ഒന്നോ രണ്ടോ നല്ല രസമാണേ. അതെ. അപ്പോൾ ഒരു നാടകം ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനൊരു വേഷം കൊടുത്തായിരുന്നു. അപ്പോൾ പുള്ളി അവിടെ തന്നെ ടെക്സ്റ്റൈൽസ് ഉണ്ട്, അശോക് ടെക്സ്റ്റൈൽസിൽ ജോലിക്കാരനാണ്. പുള്ളിക്ക് ഇരുന്ന് ഭയങ്കര ക്രേസാണ് നാടകം. യൂദാസേ, നിന്നോട് ഞാൻ എത്ര ആവർത്തി പറഞ്ഞിട്ടുണ്ട്, കടന്നു പോകും എൻ്റെ മുന്നിൽ നിന്നും എന്നൊക്കെ പറഞ്ഞാലുള്ള ഡയലോഗ്സൊക്കെയാണ്. ഭയങ്കര ആക്രോശിച്ച് നല്ല ശബ്ദവും അതോടെ പറയണം. പുള്ളി ജോലിക്കായിട്ട് ടെക്സ്റ്റൈൽസിൽ പോയുമ്പോഴും ബാത്റൂമിൽ വെച്ചിട്ട് അങ്ങനെ ഇതാണെങ്കിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ ഇതാണ് യൂദാസേ കടന്നു പോകുന്നുണ്ടോ. പിന്നെ ജോലിക്ക് കയറുമ്പോൾ ഇതിൻ്റെ മെയിൻ സാറ് മാറിപ്പോയായിരുന്നു നേരത്തുള്ളൂ. പുതിയൊരു സാറാണ് വന്നേക്കണത് പിന്നെ അവിടെ കമ്പനിയിൽ. അങ്ങനെ കമ്പനിയിൽ നോക്കുമ്പോൾ സാറിൻ്റെ റൂമിൻ്റെ ഇപ്പുറത്ത് വെച്ചിട്ട് ഇദ്ദേഹം ജോയിൻ ചെയ്തിട്ടുള്ള കേട്ടോ സാറ് വന്നിട്ടുള്ളൂ. പുതിയ സാറാണ്. ഈ കക്ഷിയാണെങ്കിൽ നമ്മുടെ ഡ്രാമ കളിക്കുന്ന ആളാണെങ്കിൽ ഒരു മാസം അടുത്തായിട്ടുള്ളൂ ജോലിക്ക് കയറിയിട്ട് അവിടെ. പുള്ളി വന്ന് അവിടെ ഇരിക്കുന്നത് അറിയാനുള്ളൂ. യൂദാസേ കടന്നു പോകൂ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് ഈ മനുഷ്യൻ ഞെട്ടിക്കാണ് അവിടെ. ഈ സാറ് ഞെട്ടി. എന്നെ യൂദാസ എന്ന് വന്ന് കയറി ഇപ്പം തന്നെ വിളിക്കാൻ ഒരു 6 മാസത്തേക്ക് പുറത്ത് നിർത്താൻ പറഞ്ഞ സാധനത്തിന്. അപ്പോൾ നാടകം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടായിരുന്നോ? ദൈവമേ, അദ്ദേഹം 6 മാസം ആ ജോലിയിൽ നിന്ന് പുറത്ത് വെക്കണ്ടോ വന്ന് നാടകത്തിലുള്ള ക്രൈസ് മൂത്തിട്ടേ
ജോലി കളയുന്ന ഓരോ അവസ്ഥകൾ എന്തായാലും ഒരുപാട് സിനിമകൾ കിട്ടട്ടെ. ഇപ്പൊ ചാനൽ പരിപാടികൾ സജീവമാവുകയാണ്. അതെ അതെ സ്റ്റേജ് ഷോകളിൽ സജീവമാകുന്നു. അതെ അതെ എല്ലാം ഉഷാറാവട്ടെ. എല്ലാ പ്രാർത്ഥനയും. താങ്ക് യു. തീർച്ചയായിട്ടും തിരിച്ചും വളരെ ഈ സ്നേഹവും എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു.